ജർമ്മൻ ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം സെൻറ്റർ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് ഒരു ഗസ് പോലും അടിക്കാൻ പറ്റില്ല. ഇത് ആക്ച്വലി ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷനാണ്. ഇത് പഴയ സ്റ്റേഷൻ ബിൽഡിംഗ് പൊളിച്ചു കളഞ്ഞു. പുതിയ സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുള്ളൂ. നമ്മളിവിടുന്ന് ഹൈദരാബാദ് കൊല്ലം സ്പെഷ്യലിന് തൃശ്ശൂർ വരെ യാത്ര പോവാണ്. 11:10 പോകേണ്ട വണ്ടിയായിരുന്നു. അത് 1:10 റീസ്കെഡ്യൂൾ ആയിട്ടുണ്ട്. ഇപ്പം മണി 12:30 ഏകദേശം ആവാറായിട്ടുണ്ട്. ഞാനും പതുക്കെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിടുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേഷൻ്റെ അവസ്ഥ. വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഫുള്ള് ബിൽഡിങ്ങൊക്കെ പൊളിച്ചു കളഞ്ഞവർ. നമുക്കെന്നാൽ പതുക്കെ സ്റ്റേഷന് ഉള്ളിലേക്കാണ്. നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 6 നിന്ന് പോകുന്ന ഇപ്പോൾ ജസ്റ്റ് ഒരു അനൗൺസ്മെൻറ്റ് ആയിട്ടായിരുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 6 എന്ന് പറയുമ്പോൾ അങ്ങേ അറ്റത്താണ്. നമ്മൾ ഈ ഫുട് ഓവർ ബ്രിഡ്ജ് കയറി അറ്റം വരെ പോകണം. പണിയാണ് ഫുള്ള്. റെയിൽവേ സ്റ്റേഷനുകളിലെ പേര് കേട്ടിട്ടില്ലാത്ത ബ്രാൻഡുകൾ കൊടുക്കുന്നു. ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മാറി. ഏതാ കിൻലെ. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 560 എന്നാണ് നമ്മുടെ വണ്ടി. 60 നമ്മുടെ വണ്ടി. അപ്പോൾ ഈ പണ്ടരം കയറി പോകണം. പഴയ സ്റ്റേഷൻ കെട്ടിടം അവിടെ ആയിരുന്നു. അതൊക്കെ പൊളിച്ചു കളഞ്ഞവർ. എന്നപ്പോഴത്തേക്ക് ഫുട് ഓവർ ബ്രിഡ്ജ് വഴി ഇങ്ങനെ ഏറ്റവും നടക്കാം. ഇതാണ് നമ്മുടെ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോം B6. അപ്പോൾ ആ ബോർഡിൻ്റെ അടുത്തായിട്ട് വരും എൻ്റെ കോച്ച്. തൊട്ടപ്പുറത്തായിട്ടാണ് പിറ്റ് ലൈനുകൾ. അതിപ്പോൾ തെലങ്കാന എക്സ്പ്രസിൻ്റെ റേക്ക് മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുക. നാളെ രാവിലെ ഇത് ഇവിടുന്ന് ഡൽഹിക്ക് പോകും. നമ്മുടെ റേക്ക് പിറ്റ് ലൈനിലൊന്നും കാണാനില്ല. അപ്പോൾ മിക്കവാറും ഷണ്ടിങ് തുടങ്ങിയിട്ടുണ്ടാവും. പുറത്തായിരിക്കും. അപ്പോൾ റേക്ക് ഷണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ രാത്രിയിൽ ലോക്കോ കാണാൻ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. എന്തായാലും 1:10 പുറപ്പെടും എന്ന് പറഞ്ഞ് ഇവർ ഏകദേശം വൈകുന്നേരം ഒരു 7-8 മണിക്കൊക്കെ ഒരു മെസ്സേജ് അയച്ചായിരുന്നു ഭാഗ്യത്തിന്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി റൂമിൽ. ഉറങ്ങിയിട്ട് ഞാൻ 12 മണിക്കായിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിടും. ഇവിടുന്ന് രാത്രി 11:10 പോകേണ്ട ട്രെയിനായിരുന്നു. 12:30 കഴിഞ്ഞപ്പോൾ റേക്ക് ജസ്റ്റ് ഉള്ളിലോട്ട് ഷണ്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇത് ഏറ്റവുമുള്ള കാരണം വെച്ചാൽ ഇതിൻ്റെ പേരിങ് ട്രെയിൻ, അതായത് കന്യാകുമാരി ഹൈദരാബാദ് എക്സ്പ്രസ് ഉച്ചയ്ക്ക് 2:30 വരേണ്ട വണ്ടി ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് വന്നത്. അപ്പോൾ 6 മണിക്ക് റേക്ക് വന്ന റേക്ക് പിന്നെ പോയി മെയിൻ്റനൻസ് ചെയ്ത് പ്രൈമറി മെയിൻ്റനൻസ് കഴിഞ്ഞ് പിന്നെ വേണമല്ലോ ട്രിപ്പ് എടുക്കാൻ. അപ്പോൾ അവനെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവനെ ട്രാക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി റീഷെഡ്യൂൾ ആവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണത് റീഷെഡ്യൂളായി. റീഷെഡ്യൂൾ 2 മണിക്കൂർ റീഷെഡ്യൂൾ ചെയ്തവർ. 1:10 നമ്മുടെ ഷെഡ്യൂൾഡ് റിവൈസ്ഡ് ഡിപ്പാർച്ചർ ടൈം. അതിൻ്റെ ബോർഡ് കൊല്ലം ഹൈദരാബാദ് കന്യാകുമാരി എന്ന ബോർഡ്. ഇതിൽ ഹൈദരാബാദ് കന്യാകുമാരി റെഗുലർ സർവീസാക്കി. കൊല്ലം ഹൈദരാബാദ് കൊല്ലം ഇപ്പോഴും സ്പെഷ്യൽ ട്രെയിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലിൽ നിന്ന് ശകലം മാറിയ നിന്നത് CBC റേക്കാണിത്. ICF CBC കപ്ലറുള്ള റേക്കാണ്. നമ്മുടെ കോച്ച് 171129C CR മാർക്കിംഗ് ആണ്. പറഞ്ഞപ്പോൾ ശരിക്കും അപ്പുറത്തെ ഡോറിനടുത്താണ് എൻ്റെ സീറ്റ് വരുന്നത്. പക്ഷേ അപ്പുറത്തെ ഒരു മറ്റേ ബെഡ്റോളിൽ ഓടിയുന്നുണ്ട്. ഇപ്പുറത്തെ സീറ്റ് ഡോർ വഴി ഞാൻ കയറിയേക്കാം. ഒരു മിഡിൽ ബർത്താണ് 29. ഇഷ്ടമില്ലാത്ത ബർത്തുകളാണ് ഇങ്ങനെ കിട്ടത്ത മൊത്തം. ഇതാണ് നമ്മുടെ കോച്ചിന് ഇൻറ്റീരിയേഴ്സ്. കണ്ടിട്ട് നല്ല മെയിൻ്റനൻസാണ്. വൃത്തിയുണ്ട്. നല്ല ക്ലീനാണ്. ഇതാണ് എൻ്റെ ബർത്ത്. ഇതാണ് നാളെ വെളുപ്പിന് വരെ നമുക്ക് യാത്രയാണ്. തൃശ്ശൂർ വരെയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഇൻറ്റീരിയേഴ്സൊക്കെ കണ്ടോളൂ. ഇതാണ് 3 ടയർ കോച്ച്. പഴയ ICF 3 ടയർ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ബ്ലാങ്കറ്റൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇതിൽ ഫാനുണ്ട്. ഇത് ICF ബിൽട്ടാണിത്. ICF ബിൽട്ടാണെന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഇതിൻ്റെ ഡക്റ്റിൻ്റെ ഡിസൈനാണ്. പിന്നെ ഇതാണ് സൈഡ് ലോവർ ബർത്തും സൈഡ് ബർത്ത്. ഇതിൻ്റെ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയറിൻ്റെ ഡിസൈനാണ്. നല്ല ഗ്രാൻഡ് ഡിസൈനാണ്. സംഭവം മൊത്തത്തിൽ പൊളിയല്ലേ. നമ്മുടെ ലോക്കോ വന്നിട്ടുണ്ട്. 31683 കാസിപ്പേട്ടിൻ്റെ വാഗൺ 9 ആണ് ലോക്കോ. 100 kmph സ്പീഡ് ലിമിറ്റിൽ നമ്മൾ അങ്ങനെ പോകും കൊല്ലം വരെ. ഇതാണ് നമ്മുടെ ലോക്കോ. ഇതാണ് നമ്മുടെ ട്രെയിന്. 24 കോച്ചുള്ള റേക്കാണ്. 6 3 ടയർ, 9 സ്ലീപ്പർ, 2 2 ടയർ, ഒരു 1A/2A കോമ്പോസിറ്റ് കോച്ച്. ഇതൊക്കെയാണ് ഇതിൻ്റെ കോമ്പോസിഷനിലുള്ളത്. മൊത്തത്തിൽ 24 കോച്ചുണ്ട്. പാൻട്രി കാറില്ല, പക്ഷേ ഓൺബോർഡ് കാറ്ററിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം ഇവിടുന്ന് ഇപ്പോൾ കേസ് കണക്കിന് വെള്ളം കയറ്റുന്നുണ്ട്. മിക്കവാറും ഓൺബോർഡ് കാറ്ററിംഗ് അപ്പോൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ട്രെയിനിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ശബരി എക്സ്പ്രസിന് അതേ റൂട്ടാണ്. ഹൈദരാബാദിൽ നിന്ന് തുടങ്ങി സെക്കന്ദരാബാദ് പോയി അവിടുന്ന് അങ്ങനെ നടിക്കുടി, സത്തനപ്പള്ളി, ഗുണ്ടൂർ, തെന്നാലി, ഒങ്കോട്,
നെല്ലൂർ, ഗുഡൂർ, റെണിഗുണ്ട, തിരുപ്പതി, ചിറ്റൂർ, കാട്ട്പാടി, പിന്നെ ജോലാർപേട്ട, അങ്ങനെ കയറി പോത്തന്നൂർ വഴിയാന്ന് തോന്നുന്നു, കോയമ്പത്തൂർ ടച്ചില്ലാന്ന് തോന്നുന്നു, പോത്തന്നൂർ വഴിയാന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, കോട്ടയം വഴി കൊല്ലം. നമ്മൾ തൃശ്ശൂർ വരെ പോകുന്നുള്ളൂ കേട്ടോ. കൃത്യസമയമായ 1:10 എടുത്തു കേട്ടോ വണ്ടി. ഞാൻ 1:10 റെക്കോർഡ് ചെയ്യാൻ ഡോറിലേക്ക് വന്നപ്പോൾ വണ്ടി അനങ്ങി തുടങ്ങിയായിരുന്നു. കൃത്യം 1:10, കൃത്യം 2 മണിക്കൂർ ലേറ്റായിട്ട് നമ്മൾ ഹൈദരാബാദ് ഡെക്കനിൽ നിന്നും യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഈ സ്റ്റേഷന് മൊത്തം 4 പ്ലാറ്റ്ഫോമാണുള്ളത്, 6 പ്ലാറ്റ്ഫോമാണുള്ളത്. അതിൽ 1, 2, 3 നീളം കുറഞ്ഞ പ്ലാറ്റ്ഫോംസാണ്. അത് സബർബൻ ട്രെയിനുകൾ വന്നിട്ട് ചെറിയ റേക്കുകൾ ഇൻ്റർസിറ്റികളൊക്കെയാണ് മാനേജ് ചെയ്യുന്നത് നടത്തുന്നത്. അത് 1, 2, 3 പിന്നെയുള്ള നമ്മുടെ 4, 5, 6 വലിയ പ്ലാറ്റ്ഫോംസ് ഉള്ളത്. അപ്പോൾ ആ കിടക്കുന്ന MTS റേക്ക് കിടക്കുന്നത് 3-ലാണ്. 4, 5, 6 ഫുൾ സൈസ് റേക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഹൈദരാബാദ് ഡെക്കനിൽ നിന്നും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. TT വന്ന് ഓൾറെഡി ടിക്കറ്റ് ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞു. ഈ ഹൈദരാബാദ് സ്റ്റേഷൻ എന്ന് പറയുന്നത് സെക്കന്ദരാബാദ് ഡിവിഷൻ്റെ കീഴിലാണ് കേട്ടോ. ഹൈദരാബാദ് ഡിവിഷൻ്റെ കീഴിലുള്ള മെയിൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് കാച്ചിഗുഡയാണ്. ഞാൻ കിടക്കാൻ പോകട്ടോ. ഞാൻ സെക്കന്ദരാബാദ് കാണിക്കാൻ നിൽക്കുന്നില്ല. നല്ല ക്ഷീണമുണ്ട്, നല്ല ഉറപ്പ് ക്ഷീണമുണ്ട്. മണി 1 മണി കഴിഞ്ഞല്ലോ. സെക്കന്ദരാബാദ് സ്റ്റേഷനാണ് തിരക്ക് മൊത്തം കയറുക. ഞാൻ പതുക്കെ കയറി ഒന്ന് കിടന്നേക്കാം. നമുക്ക് ബാക്കി വിശേഷങ്ങൾ നാളെ നേരം വെളുക്കുന്ന നേരം എടുക്കണം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സമയം 8:10. നമ്മൾ ഗുണ്ടൂർ എത്താനായിരുന്നേ ഉള്ളൂ. ഗുണ്ടൂർ ഇതുവരെ പാസ് ചെയ്തില്ല. ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉറങ്ങി. ഞാനൊരു 7:45 ആയപ്പോഴാണ് എൻ്റത്. ഇപ്പോൾ ഡോറിലേക്ക് ജസ്റ്റ് വന്നു. നമ്മൾ ഗുണ്ടൂർ ആവുന്നതേ ഉള്ളൂ. വണ്ടിയിൽ ഓൺബോർഡ് കാറ്ററിംഗ് ഉണ്ട്. കാറ്ററിംഗുകാരൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ വന്ന സമയത്ത് ജസ്റ്റ് ഉണർന്നിട്ടുണ്ട്. അതുകൊണ്ട് മേടിച്ചില്ല. ഇനിയിപ്പോൾ ഒന്നും മേടിക്കണം. സാത്തനപ്പള്ളിയിൽ നിന്നാണ് ലോഡ് ചെയ്തതെന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. ഗുണ്ടൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗുണ്ടൂരിന് തൊട്ടുമുമ്പത്തെ സെക്ഷനിലായ നല്ലപ്പാട് ജംഗ്ഷൻ എത്തിയും തോന്നുന്നു കണ്ടിട്ട്. പിന്നെ റെയിൽ വിഹാർ കോളനിയൊക്കെ ഉണ്ട്. ഗുണ്ടൂർ ഡിവിഷൻ ഓഫീസിൻ്റെ റെസിഡൻഷ്യൽ കോളനിയൊക്കെ കാണാനുണ്ട്. നമ്മളിപ്പോൾ സൗത്ത് കോസ്റ്റ് റെയിൽവേയിലാണ്. സൗത്ത് കോസ്റ്റ് റെയിൽവേയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. എന്നാൽ രാത്രി എനിക്കൊന്ന് നടിക്കുടി ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗുണ്ടൂരിന് തൊട്ടുമുമ്പത്തെ സ്റ്റേഷൻ നല്ലപ്പാട് ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഈ കാണുന്ന ലൈന് നമ്മുടെ ഈ സൈഡിൽ നിന്ന് വരുന്നതാണ്. സ്ഥലപ്പേരൊക്കെ മറന്നുമല്ലോ. ധോൺ ജംഗ്ഷൻ സൈഡിൽ നിന്ന് വരുന്ന ലൈനാണിത്. നമ്മൾ ഈ ലൈൻ വഴി ഒരു യാത്ര ഉണ്ടായിരുന്നു. ഇതൊരു അടിപൊളി റൂട്ട് കേട്ടോ. ഇതങ്ങനെ പോയിട്ട് നണ്ട്യാൽ, പിന്നെ മറ്റേ ഒരു ഘാട്ട് സെക്ഷനൊക്കെ കയറും. സൂപ്പർ റൂട്ടാണത്. നമ്മളൊരിക്കൽ ഈ റൂട്ട് വഴി പുരി, യശ്വന്ത്പൂർ, ഗരീബത്തിന് പോയിട്ടുണ്ടായിരുന്നു. സൂപ്പർ റൂട്ടാണത്. നിങ്ങൾ നമ്മൾ നല്ലപ്പാട് ജംഗ്ഷനിൽ കയറാൻ പോവാണ്. നല്ലപ്പാട് എന്ന് പറയുന്ന സ്റ്റേഷൻ ഒരു വലിയൊരു ഫ്രൈറ്റ് യാർഡാണ്. ഈ മുമ്പത്തെ വീഡിയോസിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2.5 മണിക്കൂറിനടുത്ത് ലേറ്റാണ് വണ്ടി. 2 മണിക്കൂറായിരുന്നു നമ്മൾ പുറപ്പെട്ടപ്പോൾ ഡിലേ. അത് പിന്നെ കൂടി. ഇന്നലെ സെക്കന്ദരാബാദ് എത്തിയപ്പോൾ വണ്ടി ഫുള്ളായിരുന്നു. ഞാൻ സെക്കന്ദരാബാദിലേക്ക് എത്തുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തില്ലായിരുന്നു. പക്ഷേ വണ്ടി ഇന്നലെ അവിടുന്ന് ഫുള്ളായത്. അവിടുന്ന് ഫുള്ളായി ആൾക്കാർ ഫുള്ളകത്ത് കയറി ബഹളമായിരുന്നു കുറേ നേരത്തിന്. ഇതാണ് ലെഫ്റ്റ് സൈഡ്. നല്ല വെയിലിപ്പോഴത്തെ നമ്മൾ ലൂപ്പ് ചെയ്യാനുള്ള കാരണം മെയിൻ ലൈൻസ് എല്ലാം ഒക്യുപ്പൈഡ് ആണ്. ഗുണ്ടൂർ ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം മേടിക്കാം. ഓൺബോർഡ് കാറ്ററിംഗ് ഞാൻ അപ്പോൾ വന്നു പോയത്. പിന്നെ അവനെ കണ്ടിട്ടില്ല. വണ്ടി രാത്രി ലേറ്റായിട്ട് ഉറങ്ങിയതുകൊണ്ട് ആൾക്കാരൊക്കെ ഉറക്കമാണ്.
എല്ലാ ബർത്തും ഓപ്പണാണ്. വളരെ കുറച്ച് ആൾക്കാർ എണീറ്റിട്ടുള്ളൂ. വാഗ്നർ HC 38967. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇതാണ് നല്ലപ്പാട് സ്റ്റേഷൻ ബിൽഡിങ്. ഒരു ട്വിൻ വാഗ് 7M കിടക്കുന്നുണ്ട്. 21945 21947 കല്യാൺ ഷെഡിൻ്റെ. അഫ്കോഴ്സ് ഈ സാധനങ്ങൾ കല്യാൺ ഷെഡിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെ ഇല്ല. നല്ലപ്പാട് ജംഗ്ഷൻ സ്റ്റേഷൻ, ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. നമുക്കിനി ഗുണ്ടൂരിലേക്ക് ഒരു 2 കിലോമീറ്റർ കൂടെ ഉള്ളൂ. എക്സ്ട്രീം റൈറ്റിലോട്ടുള്ള വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലാറ്റ്ഫോം 1ലേക്ക് മറ്റോ ഒന്ന് കൊണ്ടുകയറ്റാൻ പോകുന്നത്. 1 വരും എന്നാണ് NTS പറയുന്നത്. NTSലുള്ള അപ്ഡേറ്റ് പ്രകാരം ഈ വണ്ടി ഗുണ്ടൂരിൽ രാവിലെ 6:50 എത്തിയായിരുന്നു കേട്ടോ. 6:50 ഗുണ്ടൂരിൽ നിന്ന് കിടക്കുകയാണെന്നാണ് NTS പറയുന്നത്. ഇപ്പോൾ സമയം 8:38. ഇപ്പോൾ നമ്മൾ ഗുണ്ടൂരിലോട്ട് കയറുന്നേ ഉള്ളൂ. രണ്ടിലേക്കാണ് തോന്നുന്നു. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ലൈനിലൂടെ പ്രത്യക്ഷപ്പെട്ടില്ല. രണ്ടിലേക്ക് കയറുന്നു. അങ്ങനെ ഗുണ്ടൂർ ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം 2ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതാണ് ഗുണ്ടൂരിൻ്റെ 1ാം നമ്പർ പ്ലാറ്റ്ഫോം. ഈ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നല്ലൊരു റിട്ടയറിംഗ് റൂമുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ എൻ്റെ ഒരു പ്രാവശ്യം ഹാർഡ് ഡിസ്ക് കറക്റ്റായി അതൊക്കെ പോയി. നമുക്കൊരു വാട്ടറിംഗ് ഉണ്ട്. നമ്മൾ 8:45 ഇപ്പോൾ ഇവിടെ എത്തിയായിരുന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. വണ്ടി വിട്ടിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതാണ് ഗുണ്ടൂരിൽ നിന്ന് മേടിച്ച ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ കഴിച്ചേക്കാന്ന് വെച്ചു. 2 ഇഡലിയും 2 വടയുണ്ട്. എൻ്റെ കൂടെ ചട്നിയാണെന്ന് തോന്നുന്നത്. ഞാൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ള ഞാൻ പറയാം. മീനുവൽ ഇപ്പുറത്തെ സൈഡിൽ രേപ്പള്ളി സെക്കൻഡറാബാദ് എക്സ്പ്രസ് കയറി വന്നായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ചരളപ്പള്ളി വരെ പോകുന്നുള്ളൂ വണ്ടി.
നമ്മൾ ലാസ്റ്റ് കാണുമ്പോൾ ഇത് ICF റേക്കായിരുന്നു, ഇപ്പോൾ ഇത് LHB റേക്കായി. ഇതൊക്കെ SC മാർക്കിംഗ് പോയിട്ട് ഇന്ത്യൻ റെയിൽവേ ഭാരേ മാർക്കിംഗ് വന്നു കഴിഞ്ഞു. ഇതായിരുന്നു നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരുപാട് വിഷ്വൽസ് എടുക്കാൻ പറ്റിയില്ല. കാര്യം ഒരു RPF ആരും വന്ന് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ പോരുത്. അപ്പം നമ്മളങ്ങനെ പതുക്കെ ഗുണ്ടൂർ ജംഗ്ഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ICF കോച്ചുകളിലെ യാത്രയുടെ സുഖം വേറെ തന്നെയാണ് കേട്ടോ. ഇതൊരു പ്രത്യേക സുഖമാണ്. രാത്രിയിൽ ഉറങ്ങാൻ നേരെ അതിങ്ങനെ താരാട്ട് പാടുന്ന പോലെ ഇങ്ങനെ നമ്മുടെ തൊട്ടിലൊക്കെ ആടുന്ന പോലെ ഇങ്ങനെ ആടുമായിരുന്നു. അത് നല്ല രസമാണത്. ആ ഒരു സുഖം നമുക്ക് ICFൽ മാത്രമേ കിട്ടുള്ളൂ. LHBയുടെ റൈഡ് കുറച്ചും കൂടി മെച്ചുവറാണ്. അതായത് ഈ സ്വേ ഉണ്ടാവില്ല. ഈ തൊട്ടിലാടുന്ന പോലെ കിടന്ന് ആടില്ല. അൺസ്റ്റേബിളായിട്ട് അങ്ങ് പോകും. ഇതങ്ങനെയല്ല, ഇതിങ്ങനെ തൊട്ടിലാടുന്ന പോലെ ഇങ്ങനെ കിടന്ന് ആടും. നല്ല ചൂടും ഹ്യൂമിഡിറ്റിയും കേട്ടോ ഇവിടെ. ഒരു രക്ഷയില്ല. രാവിലെ ഈ സമയത്ത് 9 മണി ആവുന്നേ ഉള്ളൂ. ഈ സമയത്ത് ഇമ്മാതിരി ചൂടാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്താവോ ദൈവമേ. അപ്പോൾ നമ്മളങ്ങനെ ഗുണ്ടൂരിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ആ ലെഫ്റ്റിലേക്ക് പോകുന്ന ലൈനുകൾ ലെഫ്റ്റിലേക്ക് കേർവ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ലെഫ്റ്റിലേക്ക് പോകുന്ന ലൈനുകൾ നേരെ കൃഷ്ണ കനാൽ ജംഗ്ഷൻ വഴി വിജയവാഡയിലേക്ക് പോകും. അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് മാറിയാണ് ഗുണ്ടൂരിൻ്റെ ഇതുള്ളത്, കോച്ചിങ് ഡിപ്പോ ഉള്ളത്, പിറ്റ് ലൈൻസ് ഒക്കെ ഉള്ളത്. അവിടെ ഫ്രണ്ടിലോട്ട് മാറിയിട്ടാണ്. അവിടെ സ്പാർട്ട് കാറും ഇത് കാണാം. സ്പാർട്ടുണ്ട് ഇപ്പോഴത്തെ. അതിലാണ്ട് സാധാരണ ആക്സിഡൻ്റ് ട്രെയിൻ ഉണ്ട്. അപ്പോൾ തൊട്ട് മാറി പിറ്റ് ലൈൻസും അതിനപ്പുറത്ത് കോച്ചിങ് ഡിപ്പോ ഒക്കെ കാണാം. അപ്പോൾ നമ്മളങ്ങനെ ഗുണ്ടൂരിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ തെനാലി ലൈനിലോട്ട് കയറി. ഈ സ്ട്രെച്ച് ഓൾറെഡി ഒരു ഡബിൾ ലൈനാണ്. പക്ഷേ ലെഫ്റ്റ് സൈഡിലോട്ടും കൂടി എന്തോ കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്. ട്രിപ്പിളാക്കാൻ പോകണോ എന്ത് സംഭവം എന്നറിയില്ല. ഇങ്ങോട്ടെന്തായാലും ഫ്രൈറ്റ് ട്രാഫിക് എൻ്റെ അറിവിൽ അത്രയും ഇല്ല. കാരണം കൂടുതൽ ഫ്ലൈറ്റും വരുന്ന വിജയവാഡ സൈഡിൽ നിന്നാണ്. ന്യൂ കൃഷ്ണ കനാൽ ജംഗ്ഷൻ അങ്ങനെ കയറി ഒന്ന് ഗുണ്ടൂരിൽ കയറുന്നതാണ് എൻ്റെ അറിവിൽ കൂടുതലും ഫ്ലൈറ്റ് ഉള്ളത്. ഇവിടുന്ന് ആക്ച്വലി ലെഫ്റ്റിലോട്ടൊരു ലൈൻ പോകുന്ന കാണാം. ഈ ലൈൻ എന്ന് പറയുന്നത് ന്യൂ ഗുണ്ടൂർ സ്റ്റേഷനിലേക്ക് പോകുന്ന ലൈനാണ്. അപ്പോൾ ഈ ലൈൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ തെന്നാലി സൈഡിൽ നിന്ന് വന്നിട്ട് ഗുണ്ടൂർ പോകാതെ ന്യൂ ഗുണ്ടൂർ നിർത്തി അങ്ങനെ കൃഷ്ണ കനാൽ ജംഗ്ഷൻ വഴി വിജയവാഡയിലേക്ക് പോകുന്ന ട്രെയിനുണ്ട്. ലൈക്ക് ചെന്നൈ വിജയവാഡ ജനശതാബ്ദി എക്സ്പ്രസ്. നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്തമാൻ എക്സ്പ്രസ് എൻ്റെ അറിവിൽ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ വണ്ടികൾക്ക് പോകാനുള്ള ഒരു ലൈനാണത്. മണിപ്പുരം ക്യാബിൻ. ആ ലൈനിലാണ് നമ്മുടെ ഇതിരിക്കുന്നത്, ന്യൂ ഗുണ്ടൂർ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. നമ്മുടെ G9 അല്പം സന്തോഷത്തിലായിരിക്കും. കാര്യം യൂഷ്വലി എടുക്കുന്ന വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വെയിറ്റ് പറഞ്ഞ റേക്കാണുള്ളത്. 24 കോച്ച് ഉണ്ടെന്നുണ്ടെങ്കിലും അവൻ സാധാരണ വലിക്കുന്ന ഫ്ലൈറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന് വെയിറ്റ് കുറവായിരിക്കും. ഒരു സന്തോഷത്തിലാണ്. നമ്മൾ തെന്നാലി കഴിയുമ്പോൾ, ഗുണ്ടൂരില്ല, തെന്നാലി കഴിയുമ്പോൾ നമ്മൾ 130 kmph സെക്ഷനിലോട്ട് കയറും. പക്ഷേ നമ്മൾ 100-ലേ പോകുള്ളൂ. കാരണം നമുക്ക് G9 ആണല്ലോ. G9 നോക്കുകയാണെങ്കിൽ 100 kmph ആണ് മാക്സിമം സ്പീഡ്. അതുകൂടാതെ ICF കോച്ച് ആയതുകൊണ്ട് 110 മാക്സിമം സ്പീഡ്. രണ്ടും കൂടെയാണ് നമ്മൾ 100-നെ പോകുള്ളൂ. വെജൻല എന്നൊരു സ്റ്റേഷനാണ്, വെജൻല. തെന്നാലി ജംഗ്ഷനിലേക്ക് എത്താറായി. നമ്മൾ പതുക്കെ ഇവിടെ റൈറ്റ് തിരിഞ്ഞ് മെയിൻ ലൈനിലോട്ട് പോയി ജോയിൻ ചെയ്യും. എനിക്ക് നമുക്ക് ഡയറക്റ്റ്ലി ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കയറാൻ. അതുകൊണ്ട് നമ്മൾ
സ്പീഡ് വലുതായിട്ടൊന്നും കുറഞ്ഞിട്ടില്ല. നമ്മൾ മെയിൻ ലൈനിലോട്ട് കയറുകയായി. മെയിൻ ലൈനിലൂടെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. കാണിക്കാൻ ഒരു വഴിയില്ല, കാര്യം ലെഫ്റ്റ് സൈഡിലെ ഡോറിൽ 3-4 പേര് നിൽക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പം നമ്മളങ്ങനെ തെനാലി ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒമ്പത് 27 നമ്മൾ തെനാലിയിലെത്തിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മൾ വന്നിരിക്കുന്നത്. അവിടെ തെനാലി സ്റ്റേഷൻ നല്ലൊരു സ്റ്റേഷൻ ബിൽഡിംഗ് ഒക്കെ പണിയുന്നുണ്ട് കേട്ടോ. ഗ്ലാസ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു സ്റ്റേഷൻ ബിൽഡിംഗ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരു AC വെയിറ്റിംഗ് റൂം പോലെ ആയിരിക്കും അത്. പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മളങ്ങനെ തെനാലിയിൽ നിന്ന് പുറപ്പെട്ടു. നമ്മളിനി അടുത്ത കുറച്ച് നേരത്തിലുള്ള 2-3-4 ട്രെയിനുകൾ നമ്മൾ ബാക്ക് ടു ബാക്ക് ക്രോസ് ചെയ്യും. അതിലൊന്ന് നമ്മുടെ കേരള എക്സ്പ്രസ് ആയിരിക്കും. നമ്മുടെ അടുത്ത സ്റ്റോപ്പിന് ബപ്പട്ലയാണ്. ബപ്പട്ല, ചിരല, ഒങ്കോൾ, നെല്ലൂർ, ഗുഡൂർ. അതൊക്കെയാണ് നമുക്ക് ഈ മെയിൻ ലൈനിലുള്ള സ്റ്റോപ്സ്. ഗുഡൂർ കഴിയുമ്പോൾ നമ്മൾ തിരിഞ്ഞിട്ട് നമ്മൾ റെനിഗുണ്ട ഭാഗത്തോട്ട് പോകും. അപ്പോൾ ഗുഡൂർ റെനിഗുണ്ട ലൈൻ നമുക്കിന്ന് കാണാം. ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന ലൈനാണ് രേപ്പള്ളി ലൈന്. രേപ്പള്ളിയിലോട്ട് പോകുന്ന ലൈനാണത്. ഇവിടെ ഒരു ട്രിപ്പിൾ ലൈനാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ ലൈൻ എൻ്റെ ഓർമ്മ ചെയ്യുന്നത് ബൈ ഡയറക്ഷനിലാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ ട്രെയിൻ നോക്കി നിൽക്കുമ്പോൾ ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ട്രെയിനിൽ പാസ് ചെയ്തു പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ റൂട്ടിന്. നമ്മുടെ കേരള എക്സ്പ്രസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു സ്ഥലത്ത് വെച്ച് കേരള എക്സ്പ്രസ് 3rd ലൈനിലോട്ട് കയറിയായിരുന്നു. അപ്പോൾ 3rd ലൈനിലോട്ട് കയറിയപ്പോൾ നമ്മൾ വണ്ടികളെ ക്രോസ് ചെയ്തായിരുന്നു. ഇവിടെ ഒന്നും മഴക്കാലമാണെന്നുള്ളതിൻ്റെ ഒരു ലാഞ്ചന പോലുമില്ല. നല്ല അടിപൊളി ചൂടാണ്. നമ്മൾ കേരള എക്സ്പ്രസ്സിന് പോയപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത പോലത്തെ തന്നെ ചൂട്. നിടുബ്രോലു എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. എൻ്റെ ഓർമ്മ ശരിയാണ് നമ്മുടെ ശബരിക്ക് ഇവിടെ ഹോൾട്ടുണ്ട്. അന്ന് നമ്മൾ കേരള എക്സ്പ്രസ്സിന് പോയപ്പോൾ നമ്മുടെ കേരള എക്സ്പ്രസ്സിന് മുഴുവൻ ദൂരം പണി തന്നൊരു ട്രെയിൻ ഉണ്ടായിരുന്നു, ഒരു ഇൻ്റർസിറ്റി. അതാണ് ഈ വരുന്നത്, വിക്രമസിംഹപുരി അമരാവതി എക്സ്പ്രസ്. ഗുഡൂരിൽ നിന്ന് വിജയവാഡയിലേക്ക് പോകുന്ന വണ്ടിയാണ് തോന്നുന്നത്.
അപ്പോൾ ഇതിൽ നിന്ന് അധികം പുറകിലല്ലാണ്ട് നമ്മുടെ കേരള എക്സ്പ്രസ് ഉണ്ടാവും. പഴയ ലൈനായിരുന്നു തോന്നുന്നു, എന്താ സംഭവം എന്നറിയില്ല. ഏതോ ഒരു വാബ് 4 ഹൗളർ ട്രെയിൻ വരുന്നുണ്ട്. തിരുപ്പതി സൈനഗർ ഷിർഡി എക്സ്പ്രസ് ആയിരുന്നു അത്. അപ്പിക്കട്ല സ്റ്റേഷനായിരുന്നു. അടുത്ത സ്റ്റോപ്പ് ബപ്പട്ടിലേക്ക് എത്താറായി തോന്നുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ കുറച്ച് നേരെ ഡബിൾ ആംബർ കാണുന്നുണ്ട്. നമ്മൾ തേർഡ് ലൈനിലേക്ക് കയറ്റിയല്ലോ. റണ്ണിങ്ങിലപ്പോൾ ആരെങ്കിലും നമ്മൾ ഓവർടേക്കാൻ സാധ്യതയുണ്ട്. നമ്മളങ്ങനെ ബപ്പട്ല സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്. കോച്ചിൽ 3 പേരുണ്ട്. അവർ വണ്ടി എവിടെയെങ്കിലും ഏതെങ്കിലും സ്റ്റേഷനെത്തി നമുക്ക് കറക്റ്റ് ഇടാം. 3 പേരും കൂടെ ഒന്ന് ചാടി കയറി ലെഫ്റ്റ് സൈഡിലെ ഡോറിൽ നിൽക്കും. ഇതാണ് നമ്മൾ നിർത്തിയിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നമ്മുടെ വണ്ടി വേണ്ടി വേറെ ഏതും പോപ്പുലർ വണ്ടി വരാണ്ടെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ട് പ്ലാറ്റ്ഫോമിൽ. നമ്മുടെ വണ്ടിയിലൂടെ അങ്ങനെ കാര്യമായിട്ട് ആരും കയറുന്നൊന്നുമില്ല. നല്ല തിരക്കുണ്ട് ഇവിടെ. കണ്ടോ, ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1 ആണെന്നാണ് അനൗൺസ്മെൻറ്റ് വന്നത്. നമ്മുടെ സ്വന്തം കേരള എക്സ്പ്രസ് വരുന്നുണ്ട്.
റെയിൽവേയുടെ മാർക്കുള്ള ഒരു MT മെമ്മോ ആണത്. സ്റ്റുവാർട്ട്പുരം എന്ന് പറഞ്ഞ സ്റ്റേഷൻ. സ്റ്റുവാർട്ട്പുരം നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ലൈനിൽ ഒരു പച്ചയുണ്ട്. അതിനകത്ത് ഏതോ ഒരു വണ്ടി നമ്മൾ റണ്ണിങ്ങിൽ ഓവർടേക്കാൻ പോകണം. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ചിരാലയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ലൈനിൽ ഒരു വാപ്സാൻ ഹോൾ ട്രെയിൻ ഉണ്ട്. ചെന്നൈ നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് ആയിരുന്നു. നമ്മുടെ തൊട്ടടുത്ത ലൈനിൽ കുറേ നേരം പച്ച കാണുന്നു. ആരാണെന്നറിയില്ല, ആരും ഇതുവരെ നമ്മൾ ഓട്ടോ ചെയ്ത് പോയിട്ടില്ല. നമ്മൾ ചീരാല സ്റ്റേഷനിലേക്ക് എത്താണ്. ചീരാല അവിടെ 2 G9s ഒരു ഫ്ലൈറ്റോട് നിൽക്കുന്നുണ്ട്. ഇവിടെയും പ്ലാറ്റ്ഫോം നമ്പർ 1 വരുന്നത്. ഒരു പീസ് ആൻഡ് ഹോളിൽ ട്രെയിൻ നമ്മൾ ഓട്ടേക്കുന്നുണ്ട്. റണ്ണിങ്ങിലാണെങ്കിൽ എന്ത് തന്നായിരുന്നു. ഹസ്രത്ത് നിസാമുദ്ദീൻ കന്യാകുമാരി. സമയം 10:25. നമ്മൾ ചീരാല സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ചീരാല ഇതും പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നിരിക്കുന്നത്. ഇവിടെ പ്ലാറ്റ്ഫോം 1 തന്നെയാണ്. അപ്പോൾ നമ്മളങ്ങനെ ചീരാല സ്റ്റേഷനിൽ പുറപ്പെട്ടു. ചെന്നൈ നരസാപൂർ വന്നേ പറഞ്ഞായിരുന്നു. ചിന്നഗഞ്ചം സ്റ്റേഷനാണ്. ചിന്നഗഞ്ചം.
നമ്മൾ തിരിച്ച് മെയിൻ ലൈനിലേക്ക് കയറാൻ പോകും. കരവടി. കാരവടി എന്ന് പറഞ്ഞ സ്റ്റേഷൻ നമ്മൾ നിന്ന് കിടക്കുകയാണ്. ആക്ച്വലി തേർഡ് ലൈനിൽ ഓപ്പോസിറ്റ് സൈഡ് ഡയറക്ഷനിൽ നിന്നൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പുറത്തോട്ട് ലൂപ്പിലോട്ട് കയറ്റത്. അപ്പുറത്ത് മെയിൻ ലൈൻ വഴി ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് പോകും തിരുപ്പതിയിലേക്കുള്ള. അപ്പോൾ നമ്മളിവിടെ വെച്ച് ഓവർടേക്കിങ് കൂടി ചെയ്യും. സെക്കൻഡറാബാദ് തിരുപ്പതി വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരുന്നു. മീൻവേൽ ഇപ്പുറത്തെ ലൈനിൽ ഒരു സിംഗിൾ G9 വൃത്തിയാണോ അല്ല വിശാഖപട്ടണം ഷെഡിൻ്റെ 43250 ബൾക്ക് കണ്ടെയ്നർ റോഡാണ്. ഇതാട്ടോ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കോച്ച് 171129C. ഇത് സെൻട്രൽ റെയിൽവേ കൊണ്ട് കോച്ചാണ്. സാധാരണ ഇത് സെൻട്രൽ റെയിൽവേ ഒരിക്കലും രേ എന്ന് എഴുതാറില്ല. കാര്യം മരിച്ചു പോകും എന്നുള്ള അർത്ഥമുള്ളതുകൊണ്ട് മധ്യ എന്ന് മാത്രമേ എഴുതാറുള്ളൂ. ഇത് CR PO ചെയ്ത കോച്ചല്ല, അതാണ് ഈ മരേന്ന് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാറില്ല. അപ്പോൾ നമുക്കിതുവരെ സ്റ്റാർട്ടർ ആയിട്ടില്ല. അപ്പോൾ നമ്മളെ ഏത് ലൈനിലോട്ട് വിടുമെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ നല്ലോണം ഉണ്ട്. നമ്മളിപ്പോൾ അല്പസമയത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ മില്ലേനിയം എക്സ്പ്രസിനെ ക്രോസ് ചെയ്യും. എറണാകുളം വെച്ചാൽ മതി. സ്റ്റാർട്ടറായി നമ്മൾ മെയിൻ ലൈനിലോട്ട് തന്നെയാണ്. മൂന്നാമത്തെ ലൈനല്ല, മെയിൻ ലൈനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാണ്ട് കുറേ നേരം തേർഡ് ലൈൻ കൂടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ തേർഡ് ലൈൻ ഫ്രീ അല്ലാത്തതുകൊണ്ട് നമ്മൾ മെയിൻ ലൈനോട് തിരിച്ച് കയറ്റുകയാണ്. ICF train meeting another ICF train both with Wagonine. എന്താ അല്ലേ? തിരുപ്പതി ആദിലാബാദ് കൃഷ്ണ എക്സ്പ്രസ്. ഫ്ലൈ ഓവറിൻ്റെ തണലിൽ 12603 WDG4 കിടക്കുന്നുണ്ട്. വിജയവാഡ ഷെഡിൻ്റെയാണ്. തൊട്ടപ്പുറത്തായിട്ട് മില്ലേനിയം എക്സ്പ്രസ് 45000 കല്യാണിൻ്റെ WIP7 ആണ്. എറണാകുളം ഹജർ നിജാമുദ്ദീൻ മില്ലേനിയം എക്സ്പ്രസ്. പേരൊക്കെ ഭയങ്കര മാസം. പാൻഡ്രിക്കാറല്ല വണ്ടിയാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇതും കിടക്കുന്നുണ്ട്. നമ്മുടെ ഏതോ ഒരു G9 ഹോൾഡർ ട്രെയിൻ, ഏതോ ഒരു G9 ഹോൾഡർ ട്രെയിൻ കിടക്കുന്നുണ്ട് ഇതിനപ്പുറത്ത്. നമ്മൾ ഒങ്കോളിലെത്തിയിരിക്കുകയാണ്. സമയം 11:23. അപ്പോൾ അങ്ങനെ ഒങ്കോളിൽ നിന്ന് പുറപ്പെട്ടു.
അപ്പോൾ നമ്മുടെ ജനശതാബ്ദി എക്സ്പ്രസ് വരുന്നത് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതും കൂടി പിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു ലോങ് ബ്രേക്ക് എടുക്കാൻ പോകണം. പിന്നെ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. കൊറമാൻഡിലെ നവജീവൻ അത് ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. പക്ഷേ ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കാൻ പോകും. കുറേ നേരം അതൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ചെന്നൈ വിജയവാഡ ജനശതാബ്ദി വരുന്നുണ്ട്. നമ്മൾ ഈ വണ്ടിക്ക് കഴിഞ്ഞൊരു N20 ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ലഞ്ച് ഓൾറെഡി കൊണ്ടുവന്നു. ലഞ്ച് ഒങ്കോളം ഓടി തന്നു. അതാണ് മീൽസാണ് 150 രൂപ അടിച്ചു. പക്ഷേ എങ്ങനെയുണ്ട് നല്ല കഴിച്ചു നോക്കിയിട്ട് പറയാട്ടോ. അപ്പോൾ അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഡോറിലേക്ക് എത്തി. ലഞ്ച് ഒങ്കോളിൽ നിന്ന് കയറ്റിയതായിരുന്നു. ലഞ്ച് വലിയ കുഴപ്പമില്ലായിരുന്നു, വലിയ കുഴപ്പമില്ല. ചപ്പാത്തി മറ്റേ മെഷീൻ മെയ്ഡ് ചപ്പാത്തി ആയിരുന്നു. പിന്നെ കറികളൊന്നും കുഴപ്പമില്ല. കുറച്ച് എരിവ് കൂടുതലുണ്ടായിരുന്നു. അതിന് ഇവിടുത്തെ സ്റ്റൈലാണല്ലോ. പിന്നെ ഇൻ ജനറൽ ആ പരിപ്പൊക്കെ തന്നെ നന്നായിരുന്നു. പരിപ്പ് നല്ലൊരു ആന്ധ്ര സ്റ്റൈൽ പരിപ്പായിരുന്നു. പക്ഷേ 150 രൂപ ഓവർ പ്രൈസ്ഡാണ്, ഹെവിലി ഓവർ പ്രൈസ്ഡാണ്. ഞാൻ പിന്നെ അടി ഉണ്ടാക്കാൻ പോയില്ല. വയ്യായിരുന്നു എനിക്ക് തീരെ. എനിക്കെന്താ പറയുന്നത്, എനിക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ച് വീട്ടിലെത്തിയാൽ മതിയുള്ള അവസ്ഥയിലെത്തി ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വഴക്കുണ്ടാക്കാൻ പോയില്ല. പക്ഷേ അത് ഓവർ പ്രൈസ്ഡാണ്. മീൻവെൽ നമ്മൾ നെല്ലൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി ഉണ്ട് ദൂരം, കുറച്ച് ദൂരം കൂടെ ഉണ്ട് നെല്ലൂരിലേക്ക്. നമ്മളൊരു 10 മിനിറ്റിൽ നെല്ലൂർ എത്തും എന്നാണ് വേറസ്മേ ട്രെയിൻ പറയുന്നത്. നമ്മളിപ്പോൾ താളമഞ്ചി എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. താളമഞ്ചി ഒങ്കോളിനും നെല്ലൂരിനും ഇടയ്ക്ക് വെച്ച് നമ്മൾ കുറച്ചധികം ക്രോസിങ്സ് ഉണ്ടായിരുന്നു. കോറമാൻഡലും സാന്ത്രകാശി AC എക്സ്പ്രസ്സും. അല്പം മുമ്പ് തിരുവനന്തപുരം ഷാലിമാർ എക്സ്പ്രസ്സാണിത്. ഇതിന് തൊട്ട് മുമ്പ് ഏതൊരു ട്രെയിനെ ക്രോസ് ചെയ്തായിരുന്നു. അതായത് കണ്ടില്ല, അതിനകത്തായിരുന്നു ആ സമയത്ത്. നല്ല നെൽപ്പാടങ്ങൾ. നമ്മൾ ആന്ധ്രാപ്രദേശിന് തന്നെ ഏറ്റവും ഫെർട്ടൈലായിട്ടുള്ള റീജിയനാണ് ഈ കോസ്റ്റൽ റീജിയൻ എന്ന് പറയുന്നത്. അതുവഴി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല റണ്ണായിരുന്നു കേട്ടോ. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒങ്കോൾ കഴിഞ്ഞിട്ട് എവിടെ നമ്മൾ നിന്നിട്ടില്ല. നമ്മൾ ശരിക്കും നോൺ സ്റ്റോപ്പായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ വണ്ടി നിന്നിട്ടില്ല. സ്ലോ ഡൗൺസ് ഉണ്ട്, അവരുടെ വർക്ക് നടക്കുന്നതിൻ്റെ സ്ലോ ഡൗൺ ഉണ്ടെന്നല്ലാണ്ട് എവിടെ നിന്നിട്ടില്ല. അൺസ്കെഡ്യൂൾഡ് നമ്മൾ എവിടെ നിർത്തിയിട്ടില്ല, വിട്ടടിച്ച് പോരുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ നെല്ലൂർ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ശരിക്കും കയറാൻ പോവാണ്. അതിന് മുമ്പായിട്ടുള്ള പെണ്ണ റിവർ ബ്രിഡ്ജാണ് ഈ കാണുന്നത്. പെണ്ണ റിവർ കടന്നുടനെ നമ്മൾ നെല്ലൂർ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കും. അവിടെ റൈറ്റ് സൈഡിൽ പെണ്ണ റിവറിന് കുറുകെ ഒരു റെഗുലേറ്റർ ബ്രിഡ്ജുണ്ട്. റെഗുലേറ്റർ കം റോഡ് ബ്രിഡ്ജ്. അതാണ് ഞാൻ പറഞ്ഞ റെഗുലേറ്റർ ബ്രിഡ്ജ്. ഷട്ടേഴ്സ് എല്ലാം താത്തിയിട്ടിരിക്കുക. മഴക്കാലമായിട്ട് പോലും വലിയ വെള്ളമില്ല കേട്ടോ. അങ്ങോട്ടേക്കെല്ലാം മഴ എല്ലാവരും പെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. കേരളത്തിൽ കിട്ടുന്ന പോലത്തെ മഴയൊന്നും കൊണ്ട് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ പെണ്ണാ നദി കഴിഞ്ഞു. ഇവിടെ ഒരു സർവേപ്പള്ളി കളവയുണ്ട്. എനിക്കൊന്ന് അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു. ആ പുഴയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വരുന്ന പുഴ വെള്ളമാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്.
നമ്മളങ്ങനെ നെല്ലൂർ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നു. ചെന്നൈ സെൻട്രൽ അഹമ്മദാബാദ് നവജീവൻ എക്സ്പ്രസ് ആണ്. നമ്മൾ 13:04 നമ്മൾ നെല്ലൂർ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെയായിട്ടാണ് എയർ കോൺഗ്രസ് വരുന്നത്. അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കുറേ വർക്ക് നടന്നില്ല. ഒരു സമയത്തിന് വർക്ക് പോകുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ ഒരു മെമ്മോ കൊടുക്കുന്നുണ്ട്. SRൻ്റെ ഒരു മെമ്മോ കൊടുക്കുന്നുണ്ട്. ഇത് ചെന്നൈയിൽ നിന്ന് വരുന്ന അരക്കോണമോ അവിടെ നിന്നാണ്ട് ഒരു നെല്ലൂർ മെമ്മോ ഉണ്ട്. അതാണ് തോന്നുന്നത് കണ്ടിട്ട്. നമ്മളങ്ങനെ പുറപ്പെട്ടു. അടുത്ത സ്റ്റോപ്പ് ഗുഡൂറിലാണ്. നെല്ലൂർ വിട്ടു. ഇപ്പോൾ ഉടനെ ക്രോസിംഗ് വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കിയില്ല. അടുത്ത സ്റ്റോപ്പ് ഗുഡൂറാണ്. അങ്ങനെ ഗുഡൂരൊക്കെ നമുക്ക് കാണാം. നെല്ലൂർ സൗത്ത് സ്റ്റേഷനാണ്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഒരു ക്രോസിംഗ് ഉണ്ടെന്ന് കാണിച്ചു. അപ്പോൾ ഞാൻ അതും കൂടെ പിടിച്ചേക്കാൻ പറ്റും. കാൺപൂരിൽ ഹസ്രത്ത് നിസാമുദ്ദീനും കാണുന്നുണ്ട്, നാന്ദേഡിനും കാണുന്നുണ്ട്. ഈ സ്ട്രെസ്സിൽ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് ഉണ്ട്. ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് എന്ന് പറയുന്നത് നമ്മളെപ്പോലെ കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എപ്പോഴും പച്ചയായിരിക്കുമല്ലോ. റണ്ണിങ് ഓവർടേക്കോ ന്യൂ ഗുവാഹട്ടിയുടെ 38301 ആണ് ലോക്കോ. ഇത് മറ്റേ റെണിഗുണ്ട ലൈനിലുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്ന ലൈനാണ്. കൃഷ്ണപട്ടണം പോർട്ടിൽ നിന്ന് വന്നിട്ട് അങ്ങോട്ട് പോകുന്നത്. എറണാകുളത്തിലല്ല, സ്ഥലപ്പേരെ മറന്നുപോയി. അങ്ങോട്ട് പോകുന്ന ലൈനാണത്. സ്ഥലപ്പേര് ഞാൻ സ്ഥിരം മറന്നുപോയി. എനിക്കെന്തോ പേര് വായിൽ നിൽക്കുന്നില്ല. ഫ്ലൈറ്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ലൈനാണ്. ഫ്ലൈറ്റ് ഓടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാനിതുവരെ കണ്ടിട്ടില്ല പേഴ്സണലി. നേരായിട്ട് ഞാൻ ഈ ക്രോസിംഗ് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു.
തിരുപ്പതി ബിലാസ്പൂർ എക്സ്പ്രസ് ആണ്. ഗുഡൂർ ജംഗ്ഷന് പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മൾ വന്നതാണ്. സിംഹപുരി എക്സ്പ്രസിൻ്റെ റേക്കാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഗുഡൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 1:40. തണുത്ത വെള്ളം വന്ന് മേടിച്ചു കഴിഞ്ഞത്. ഗുഡൂരിൽ നമ്മൾ വിട്ടു. ഇവിടുന്ന് ട്രെയിനിന് റൈറ്റിലോട്ട് കയറി രണികുണ്ട ലൈനിലോട്ട് കയറും. ഈ മെയിൻ ലൈൻ നേരെ ടുവേർഡ്സ് ചെന്നൈ പോകും. മെയിൻ ലൈന് ഗുഡൂർ വിട്ടുടനെ സദൺ റെയിൽവേയിലേക്ക് കയറുകയും ചെയ്യും. ആണ് ഇപ്പുറത്തെ സൈഡ് കേട്ടോ. ഗുഡൂർ സ്റ്റേഷൻ നമ്മൾ വിട്ട് വന്നു. നമ്മൾ ഇവിടുന്ന് ഗുണ്ടകൽ ലൈനിലോട്ട്, ഗുണ്ടകൽ എന്ന് പറയുന്നു തിരുപ്പതി റണികുണ്ട ലൈനിലോട്ട് നമ്മൾ കയറുകയാണ്. അപ്പോൾ ഈ നേരെ പോകുന്ന ഡബിൾ ലൈന് നേരെ ടുവേർഡ്സ് ചെന്നൈ പോകും. അതാണ് മെയിൻ ലൈന്. ചെന്നൈ വിജയവാഡ മെയിൻ ലൈൻ്റെ ഇതാണത്. ആ ലൈൻ വിജയവാഡ ഡിവിഷനിലാണ്. പാലം ഈ ഓവർ ബ്രിഡ്ജ് കാണുന്നില്ലേ, ഈ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് അത് സദൺ റെയിൽവേയിലേക്ക് കയറും. സദൺ റെയിൽവേ ചെന്നൈ ഡിവിഷനിലേക്ക് കയറും. നമ്മൾ ഈ പാലത്തിനടുത്ത് വെച്ച് നമ്മൾ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ, സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ഗുണ്ടകൽ ഡിവിഷനിലേക്ക് കയറും. നമ്മളിപ്പോൾ വിജയവാഡ ഡിവിഷനിലാണ്. വിജയവാഡ ഡിവിഷനിൽ നമ്മൾ ഗുണ്ടകൽ ഡിവിഷനിലേക്ക് കയറും. നമ്മളിന്ന് വൈകുന്നേരം കാട്ട്പാടി എത്തുന്നവരെ ഈ സൗത്ത് കോസ്റ്റ് റെയിൽവേ തന്നെ ആയിരിക്കും. ഇവിടുന്ന് ഗുണ്ടകൽ ഡിവിഷൻ സ്റ്റാർട്ടാണ്. സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ സൗത്ത് GTL. ഇപ്പുറത്തെ സൈഡിൽ നല്ല വെയിലായി. ഇനിയിപ്പോൾ എങ്ങനെ ഇത് കവർ ചെയ്യുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഏകദേശം 100 കിലോമീറ്ററിനടുത്തുണ്ട് ദൂരം. വിവേക് എക്സ്പ്രസ് ആണ്. കന്യാകുമാരിയിൽ നിന്ന് ഡിബ്രുഗഡിലേക്ക് പോകുന്ന ഇന്ത്യസ് ലോങ്ങസ്റ്റ് ട്രെയിനായ വിവേക് എക്സ്പ്രസ് ആണ് പോയത്. ചെറുതായിട്ടൊന്ന് കിടന്നതാണ്, ഒഴുകിപ്പോയി. ഈ കടന്നായിരുന്നു കാലാവസ്ഥ. ഈ റൂട്ട് ഇപ്രാവശ്യം മിസ് ചെയ്തു ഞാൻ. അതിഭീകരമായ ചൂടാണ് ഇപ്പോഴത്തെ വെയിൽ കാരണം. ഒന്ന് വെയിൽ കറക്റ്റ് ഇപ്പുറത്താണ്, നല്ല ചൂടാണ്. ആ കാണുന്ന മലകൾ സപ്തഗിരി മലകളുടെ ഇടയ്ക്കുള്ള, അതായത് നമ്മുടെ തിരുപ്പതി മലകളുടെ ഭാഗമാണ്.
സൈഡിൽ പച്ച കണ്ടു കേട്ടോ. ഇത് സ്റ്റീൽ പ്രോസസ്സിങ് ഫാക്ടറിയാണ്. കാര്യം ഇരുമ്പയിര് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഇത് കാണാം. ഫുള്ള് ചുമല ഡസ്റ്റാണ്, റെഡ് ഡസ്റ്റാണത്. കാച്ചാഗുണ്ടേരി സ്റ്റേഷൻ. ഫുള്ള് റെഡ് ഡസ്റ്റാണ്. അപ്പോൾ നമ്മളങ്ങനെ ഓടി റെനിഗുണ്ട എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്നാണ് റെനിഗുണ്ട ബൈപ്പാസ് ലൈൻ പോകുന്നത്. ഓപ്പോസിറ്റ് ലൈനിൽ വീണ്ടും ഒരു പച്ചയുണ്ട്. റൈറ്റിലേക്ക് ഒരു റെനിഗുണ്ട ബൈപ്പാസ് ലൈൻ ഉണ്ട്. അതായത് ഗുഡൂർ സൈഡിൽ നിന്ന് വന്നിട്ട് ടുവേർഡ്സ് ഗുണ്ടക്കൽ സൈഡ് പോകുന്ന ട്രെയിനുകൾക്ക് വേണ്ടി. ഫ്രൈറ്റേഴ്സാണ് കൂടുതലും. യാത്രാ വണ്ടികളൊന്നും അതുവഴി പോകുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഈ റൈറ്റിലോട്ട് പോകുന്നതാണ് റെനിഗുണ്ട ബൈപ്പാസ്. ഇതിന് അങ്ങേ തല ഞാൻ ഇതിന് മുമ്പിലത്തെ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാംഗ്ലൂർ കാച്ചിഗോഡ് എക്സ്പ്രസിൻ്റെ വീഡിയോയിലായിരുന്നു തോന്നുന്നു. കുറച്ച് നേരമായിട്ട് ഇവിടെ ഹോം സിഗ്നൽ കിടക്കുകയാണ് റെനിഗുണ്ടയുടെ. അത് ഓപ്പോസിറ്റ് ലൈനിൽ ഒരു പീസ് ആൻഡ് ഹോളിൽ ട്രെയിൻ കയറി വരുന്നുണ്ട്. എക്സ്പ്രസ്സാണ് മാംഗ്ലൂർ സാന്ത്രകാച്ചി. മൂന്ന് 47 നമ്മൾ റെനിഗുണ്ടിലെത്തി. 3/4 മണിക്കൂറിന് മേലെ വണ്ടി ഹോമിൽ കിടന്നു. നല്ല ചൂടാണ്. ഞാൻ അകത്ത് പോയി കുറച്ച് നേരം കിടന്നൊരു ചെറിയ ഉറക്കമൊക്കെ പാസ്സാക്കിയപ്പോഴും വണ്ടി ഉടക്കാൻ തന്നെ നടക്കുന്നേ ഉള്ളൂ. ആ ഉറക്കം ഉണർന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ വന്ദേ ഭാരത് പാസ് ചെയ്ത് പോയി. അത് കഴിഞ്ഞപ്പോൾ വിട്ടു, ഇങ്ങോട്ട് കൊണ്ടുവന്ന് കയറ്റി. സമയം കുറേ പോയി നമ്മുടെ കേട്ടോ. ഈ 3:45 ഇവിടെ ലഞ്ച് അവൈലബിൾ ആണോ. വൈറ്റ് റൈസ് ബിരിയാണിയൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. ഇവിടെ എത്ര നേരം കിടക്കുന്ന അറിയില്ല കേട്ടോ. ഈ ഗ്യാപ്പിൽ അവർ മറ്റുള്ള പുണെ, കന്യാകുമാരി, ജയന്തിയാനത്തെ കയറ്റി വിട്ടെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയും കൂടെ ഞാൻ തോന്നുന്നു ഔട്ടറിട്ടാണ് ഇട്ടത്. മെയിനിൽ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ട് നമ്മുടെ ഇവൻ കയറി വന്നു, ചെന്നൈ മുംബൈ CSMT സൂപ്പർ ഫാസ്റ്റ്. നമുക്കിപ്പോൾ സ്റ്റാർട്ടറായി.
తల్లిదండ్రులతో అనుసంతో హాయిగా శ్రీ లలితారై ఉండాలి. ഈ റൈറ്റ് സൈഡിലുള്ള സ്റ്റേബിളിംഗ് ലൈനിൽ കിടക്കുന്ന പുതിയതായിട്ട് പെയിൻറ്റഡ് കോച്ചസ് എല്ലാം ഇവിടെ തിരുപ്പതി വർക്ക്ഷോപ്പിൽ നിന്ന് ഇത് ചെയ്ത് വരുന്ന ഓവറോൾ ചെയ്തിട്ട് വരുന്ന കോച്ചുകളാണ് ഇതെല്ലാം. രേണിഗുണ്ടയിൽ നമ്മളങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നു. അടുത്ത സ്റ്റോപ്പ് തിരുപ്പതിയാണ്. തിരുപ്പതി കഴിഞ്ഞപ്പോൾ എൻ്റെ അതിൽ ചിറ്റൂര് സ്റ്റോപ്പാണ്. നമ്മൾ പുറത്ത് വന്ന് നിന്നപ്പോൾ നമ്മൾ ഡിലേ ഏകദേശം 1.5 മണിക്കൂറായിട്ട് കുറഞ്ഞായിരുന്നു. ഇപ്പോൾ വീണ്ടും 2-2.5 മണിക്കൂറായിട്ടുണ്ട്. ജയന്തിയാനത് ഫ്രണ്ട് കയറി പോയി കഴിഞ്ഞു. ജയന്തിയാനയുടെ പുറകെയാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത്. എന്ന് പറയുമ്പോൾ എനിക്ക് രാജ്യറാണി കിട്ടില്ല. ജയന്തി ജനത സാധാരണഗതിയിൽ അവിടെ എത്തുമ്പോഴേക്കും ലേറ്റ് ആവും. ലെഫ്റ്റ് സൈഡിൽ റെണിഗുണ്ട ബൈപ്പാസ് ലൈൻ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് കാണിക്കാൻ ഒരു വഴിയില്ല. ലെഫ്റ്റ് സൈഡ് ഡോർ ഫുള്ള് സാധനങ്ങളും ആൾക്കാരൊക്കെ ബ്ലോക്ക്ഡാണ്. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ബൈപ്പാസ് ലൈൻ. ഇതാണ് റെണിഗുണ്ട ബൈപ്പാസ് ലൈൻ. കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെന്നൈ സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് റെണിഗുണ്ട റിവേഴ്സ് ലൈനാണ് നേരെ തിരുപ്പതിയിലേക്ക് പോകാൻ പറ്റും. ഒരു വാപ്പ് 7 അങ്ങോട്ട് പോകുന്നുണ്ട് ചെന്നൈ സൈഡിലോട്ട്. കംപ്ലീറ്റ് ചെയ്യണം, വയറിങ് ചെയ്യണം. വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ 20 ട്രെയിൻ ഓടിച്ചിടണം പറ്റും. എനിക്കൊന്നപ്പോൾ ഒരു ഈ വർഷം തന്നെ ഉണ്ടാവും, 2026 തന്നെ ഇതിൻ്റെ കമ്മീഷനിങ് ഉണ്ടാവും. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെന്നൈ സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾക്കൊന്നും ഇവിടെ റിവേഴ്സിൽ വേണ്ട, നേരെ കയറിയും വരാം. അപ്പോൾ സപ്തഗിരിയും മറ്റേ ഇൻ്റർസിറ്റിയും പിന്നെ അതുപോലെ മെമു ഒക്കെ നേരെ കയറി വരും. ഇങ്ങനെ അറ്റത്ത് കുറച്ച് വർക്ക് പെൻഡിങ് ആണ്ട്. ഇവിടെ ട്രാക്ക് ലിങ്കിങ് ചെയ്യാനുണ്ട്, സ്വിച്ചസൊക്കെ കണക്ട് ചെയ്ത് ട്രാക്ക് ലിങ്കിങ് ചെയ്യാനുണ്ട്. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തെ ഇത് ആവശ്യം വരും. എന്താണെന്ന് പറയാം, നമ്മുടെ ബ്ലോക്ക് ആവശ്യം വരും, ലൈൻ ബ്ലോക്ക് ആവശ്യം വരും ഇവിടെ. തിരുച്ചനൂർ സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്. നാന്ദേഡ് തിരുച്ചനൂർ എഴുതിയൊരു വണ്ടിയാണ്. അൺഫോർച്ചുനേറ്റ്ലി ലോക്കോ പിടിക്കാൻ പറ്റില്ല. ലോക്കോ അങ്ങനത്തെ നമ്മൾ കടന്നു വന്നു. തിരുപ്പതിയിൽ മറ്റേ പ്ലാറ്റ്ഫോം വർക്കൊക്കെ നടക്കുന്നുണ്ട്. കുറേ ട്രെയിനിൽ ഇവിടെ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതിലൊന്നാണെന്ന് തോന്നുന്നു വരും. അതായത് തിരുച്ചനൂർ സ്റ്റേഷൻ, തിരുച്ചാനൂർ. ഈ സ്റ്റേഷൻ്റെ സൈഡിലാണ് തിരുപ്പതിയിലെ മറ്റേ റെയിൽവേക്കാരുടെ കോച്ച് മെയിൻ്റനൻസ് വർക്ക്ഷോപ്പ് ഉള്ളത്. ഈ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീട് പോലത്തെ എല്ലാം റെയിൽവേയുടെയാണ്, റെയിൽവേ ക്വാർട്ടേഴ്സും അത് റെയിൽവേയുടെ സംഭവം. ഈ വണ്ടിയിലുള്ളത് ഫുഡിനും അതുപോലെ വെള്ളത്തിനും ഒരു ക്ഷാമവുമില്ല. ഓൺബോർഡ് കാറ്ററിംഗുകാരുണ്ട്. വെള്ളം 20 രൂപയ്ക്കാണ് തോന്നുന്നു കൊടുക്കുന്നത്. ഞാൻ മേടിച്ചിലാണ് എടുത്തത് വരെ. ഞാൻ സാധനം എല്ലാം സ്റ്റേഷനിൽ തന്നെ എപ്പോഴും മേടിക്കുക. സ്റ്റേഷനിൽ ഇറങ്ങുന്നു, സാധനം മേടിക്കുന്നു, ഗൂഗിൾ പേയിൽ 14 രൂപ ഇടുന്നു. എത്ര എന്താണെന്ന് ചോദ്യവും പറച്ചിലൊന്നുമില്ല. എൻ്റെ പോളിസി അതാണ്. യൂഷ്വലി 2 ബോട്ടിൽ വെച്ചാണ് മേടിക്കുന്നത്. ഇപ്രാവശ്യം പക്ഷേ എല്ലാം ഓരോരോ ബോട്ടിൽ വെച്ച്, തണുത്ത ബോട്ടിൽ വെച്ച്. നല്ല ചൂടിവിടെ. കേരളത്തിലെ മൺസൂൺ മുഖക്കൂടിയപ്പോൾ ഞാൻ കുറച്ച് നല്ല കാലാവസ്ഥയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. സഹിക്കാൻ പറ്റുന്നില്ല ചൂട്. ശരിക്കും പീക്ക് സമ്മറിൽ വന്നൊരു ഫീലിംഗ് ആണ് ഇവിടെ. അപ്പോൾ നമ്മൾ തിരുച്ചാനൂർ കഴിഞ്ഞ് ടൂവേഴ്സ് തിരുപ്പതി പോയിക്കൊണ്ടിരുന്നു. ആദ്യം താമസിച്ചാൽ നമുക്ക് ഇവിടെ മുകളിൽ നമുക്ക് തിരുപ്പതി കാണാൻ പറ്റും. നമുക്ക് അമ്പലത്തിൻ്റെ ഇതൊക്കെ കണ്ടു തുടങ്ങാം. നമുക്ക് റോഡും മറ്റും നമുക്ക് കൂടുതൽ വിസിബിളാവും. തിരുപ്പതിയിൽ വരണം ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നു, പക്ഷെ പറ്റുന്നില്ല. കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഇലക്ട്രോണിക് ഡിപ്പ് ശ്രമിക്കാറുണ്ട്.
അതായത് തിരുപ്പതിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, നമുക്ക് ദൈവം വിളിച്ചാൽ നമുക്ക് വരാൻ പറ്റുന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇലക്ട്രോണിക് ഡിപ്പ് ശ്രമിക്കാറുണ്ട്, പക്ഷെ നമുക്കിതുവരെ കിട്ടാറില്ല. മറ്റേ ടിക്കറ്റ് ബുക്കിംഗ് നടക്കാറില്ല പല കാരണങ്ങൾ കൊണ്ടും. അപ്പോൾ ഒരു പ്രാവശ്യം വരണം, ഫാമിലിയായിട്ട് വരണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ലാലാഗുഡയുടെ ഒരു വാപ്സൺ വരുന്നുണ്ട് 3914. തിരുപ്പതി ഹൗറ എക്സ്പ്രസ് ആണ്. തിരുപ്പതി ഹൗറ ഹംസഫർ എക്സ്പ്രസ്. B19 വരെ ഉണ്ടായിരുന്നു ഇതിൽ. ഇന്ന് നമ്മളിങ്ങനെ പല സ്ഥലത്ത് നിർത്തി തേച്ചൊട്ടിച്ചിട്ട് ഓരോരോ വണ്ടികളായിട്ട് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇവർ. ഇതിൻ്റെ സൗത്ത് കോസ്റ്റ് റെയിൽവേ ലല്ലഗുഡ ഷെഡിൻ്റെ 30778 ആണ് ലോഗോ. ഫുള്ള് വേറെ ഏതോ വായിക്കാൻ പറ്റാത്ത ഭാഷയിലാണ് പോകുന്നത്. നോർത്ത് ഈസ്റ്റ് വണ്ടിയാണ്, റൈറ്റ് നമ്പർ 17. സ്ഥലപ്പേരൊന്നുമില്ല. അവിടെ SMET ബംഗളൂരു. അതായത് SMET ബംഗളൂരിൽ നിന്ന് ഹൗറയിലേക്ക് പോകും. SMET ബംഗളൂരു ഹൗറ എക്സ്പ്രസ്. വലത്തോട്ട് കയറി അങ്ങ് പോവാം. 1 2 കൊല്ലമായിരിക്കും പ്ലാറ്റ്ഫോം. ഒന്നാണെങ്കിൽ നല്ല, എനിക്കൊന്ന് ഒന്നാന്ന് തോന്നുന്നു. അവിടെ നിന്ന് പിന്നെ ഫർദർ നേരെ ഇതായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മുടെ ചിറ്റൂർ ലൈനായിട്ട്. ഈ തിരുപ്പതി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഉടനെ നിങ്ങൾക്ക് തിരുമലയിലേക്ക് പോകുമ്പോൾ ബസ് കിട്ടും കേട്ടോ. തിരുപ്പതി സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ജസ്റ്റ് റൈറ്റിലേക്ക് ശകലം ദൂരം, അതായത് കഷ്ടിച്ച് 50 മീറ്റർ നടന്നാൽ മതി. അവിടെ തിരുമല ബസ്സുകൾ ബോർഡുണ്ട്, അവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്, AC നോൺ AC എല്ലാം കിട്ടും. പിന്നെ ഫർദർ റൈറ്റിലോട്ടാണെന്നാണ് സെൻട്രൽ ബസ് സ്റ്റാൻഡ്. തിരുമലയ്ക്ക് പോകാൻ സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ പോകേണ്ട ആവശ്യമില്ല, സ്റ്റേഷൻ മുന്നിൽ തന്നെ വണ്ടി കിട്ടും. ഞാൻ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇതിന് മുമ്പ് ഒരിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നിലേക്കല്ല 2ലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഞാനും വിചാരിച്ചു സ്പെഷ്യൽ ട്രെയിൻ ഒരു 1 കൊണ്ടേ കയറ്റുന്നു. അങ്ങ് ലെഫ്റ്റിൽ അങ്ങേ അറ്റത്തൊരു പുതിയ പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ പിറ്റ് ലൈൻസ് ആയിരുന്നു പണ്ട്. ആ പിറ്റ് ലൈനിൻ്റെ അപ്പുറത്തോട്ട് മാറ്റി ഒരു പുതിയ പ്ലാറ്റ്ഫോം പണിത് കണ്ടോ. അവിടെ പിറ്റ് ലൈൻ ഇപ്പോഴും കാണാം. പിറ്റ് ലൈൻ അപ്പുറത്തോട്ട് ഒരു പുത്തൻ പ്ലാറ്റ്ഫോം പണിത് വരും. അതെന്തായാലും നന്നായി. അതിന് തിരുപ്പതി സ്റ്റേഷൻ പ്ലാറ്റ്ഫോംസ് വളരെ കുറവാണ്. ശരിക്കും 5 പ്ലാറ്റ്ഫോം ഉണ്ട്. 13 ഇപ്പോൾ 6 പ്ലാറ്റ്ഫോമായി. അതായത് വണ്ടിയെന്ന് അറിയില്ല. രായലസീമ എക്സ്പ്രസ് 37658 ലാലാഗുഡയുടെ ലോക്കമാണ്. അങ്ങനെ നമ്മൾ തിരുപ്പതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ലോണം സമയം പോയിട്ടോ. നമ്മൾ നല്ലോണം ലേറ്റായി. എക്സാക്റ്റ് ഡിലേ എത്ര നല്ല വണ്ടി നിർത്തിയിട്ട് ഞാൻ പറയാം. ഇവിടുത്തെ സ്കൈഡക്കിൻ്റെ കൺസ്ട്രക്ഷൻ ഏകദേശം തീരാറായിട്ടുണ്ട്. നല്ല പുരോഗതിയുണ്ട്. നല്ല തിരക്കുണ്ട് പ്ലാറ്റ്ഫോമിൽ. അപ്പുറത്തെ സൈഡിൽ ഏതോ വളരെ പോപ്പുലറായിട്ടുള്ള വണ്ടി വരുന്നുണ്ട് പ്ലാറ്റ്ഫോം 3-ൽ. അപ്പോൾ അങ്ങനെ 4:31 നമ്മൾ തിരുപ്പതിയിൽ വന്ന് കയറി.
കുറേ പേര് ഇറങ്ങാനും കയറാനൊക്കെ ഉണ്ട് ഇവിടുന്ന്. നമ്മളിവിടെ 2 മണിക്ക് വരേണ്ടതായിരുന്നു, അപ്പോൾ 2.5 മണിക്കൂർ ലേറ്റാണിപ്പോൾ. മേക്കപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. പ്ലാറ്റ്ഫോം 1 പുത്തൻ ബിൽഡിംഗ് വന്നു കേട്ടോ. ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ഏറെക്കുറെ കംപ്ലീറ്റ് ആയി തോന്നുന്നു കണ്ടിട്ട്. പിന്നെ വെയിറ്റിംഗ് ഏരിയ ഓപ്പൺ ആയി കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ ടിക്കറ്റ് ചെക്കിംഗ് ഓഫീസ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഇതാണ് പ്ലാറ്റ്ഫോം 1 പുത്തൻ ബിൽഡിങ്. അപ്പുറത്തോട്ട് മരം നീല കളർ റൂഫ് കാണുന്നില്ലേ, അവിടെ ഇപ്പോഴും ഒരു പഴയ ബിൽഡിംഗ് ആയിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങിലായിരുന്നു പണ്ട് റിട്ടയറിംഗ് റൂമൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ പൊളിച്ചു കളഞ്ഞായിരുന്നു. ഇപ്പോൾ റീ ഓപ്പൺ ചെയ്തോന്ന് എനിക്കറിയില്ല. ഇവിടെ 17209 വരുന്ന ബോർഡ് കാണിക്കുന്നുണ്ട്. നമ്മൾ എടുക്കുകയെന്ന് തോന്നുന്നു. അത് എടുത്തു. 4:34 3 മിനിറ്റ് കിടന്നുള്ളൂ കേട്ടോ ഇവിടെ. അടിപൊളി. മറ്റേ തിരുപ്പതിയിൽ എല്ലാ പ്രാവശ്യം വരുമ്പോൾ കുറേ നേരം കിടക്കുന്നുണ്ട്. ആകെ 3 മിനിറ്റ് കിടന്നുള്ളൂ. ഇനി ഒരിക്കൽ തിരുപ്പതിയിൽ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഞാൻ ഈ സ്റ്റേഷൻ ബിൽഡിംഗ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞോ എന്നുള്ളത്. റിട്ടയറിംഗ് റൂം എൻ്റെ അറിവിൽ ഇത് ഓപ്പൺ ആയിട്ടില്ല. ചെയിൻ വലിച്ചു ആരോ. നമ്മൾ വീണ്ടും പുറപ്പെട്ടു. ഈ സ്റ്റേഷനിൽ വരുന്ന ക്രൗഡുണ്ടല്ലോ, അയ്യോ ഹ്യൂജ് ക്രൗഡാണ് ഈ സ്റ്റേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ആ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഈ സ്റ്റേഷന് റീഡെവലപ്മെൻറ്റ് ഹാൻഡിൽ ചെയ്തതിന് റെയിൽവേ നമ്മൾ സമ്മതിക്കണം. അതിന് മുകളിൽ പല ഓഫീസുകളൊക്കെ വർക്കിംഗ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടേക്ക് ഇപ്പോഴും കുറേ ഭാഗം അടച്ചു കെട്ടിയിട്ടുണ്ട്. വർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഇവിടെ നല്ലൊരു മറ്റേ തിരുപ്പതി അമ്പലമൊക്കെ പോലെ ഉണ്ടായത് ആ ബിൽഡിംഗ് ഉണ്ട് ഇപ്പോഴും ബാക്കിയുണ്ട് സൈഡിൽ. നല്ല ഭംഗിയുള്ള ബിൽഡിംഗ് ആയിരുന്നു. വീണ്ടും ആരോ ചങ്ങല വലിച്ചു. വണ്ടി ഓൾറെഡി ലേറ്റാണ്. ആര് പിന്നെ ഈ പണിയൊന്നുമിരിക്കുന്നത്. അങ്ങനെ 4:39 വീണ്ടും അനങ്ങി തുടങ്ങി നമ്മൾ. ശേഷാദ്രി എക്സ്പ്രസ് ആണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 വരും. അതിന് നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ക്രോസ് ചെയ്യും. പിന്നെ വലിച്ചു. നമ്മൾ ഫൈനൽ എടുക്കുക എന്ന് തോന്നുന്നു വീണ്ടും. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു മാനുവൽ അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു. RPF നമ്മുടെ വണ്ടിയുടെ AC 3T കോച്ച് അറ്റൻഡ് ചെയ്യുന്നത്. ഏത് AC കോച്ചാണ് ഇപ്പോൾ ചെയിൻ പുള്ളി കൊണ്ടായിട്ടുള്ള. 4:44 വീണ്ടും എടുത്തു. 10 മിനിറ്റാണ് നമുക്ക് നഷ്ടമായത്. നമ്മുടെ തിരുപ്പതി തിരുമല അതിൻ്റെ മുകളിലാണ്. ആ കാണുന്ന മലകളുടെ മുകളിലാണ് ഇവിടെ കോട്ട പോലെ പണിതിരിക്കുന്നത് കാണാം. അതിൻ്റെ ഉള്ളിലായിട്ടാണ് അമ്പലം വരിക. അമ്പലം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലായിട്ടാണ് അമ്പലം വരുന്നത്. ഇടയ്ക്ക് എവിടെയോ ഒരു സ്ഥലത്ത് നമുക്ക് നടന്നു പോകുന്നവരുടെ ഗോപുരങ്ങൾ കാണാൻ പറ്റുമായിരുന്നു. അത് മിസ് ചെയ്തെന്ന് തോന്നുന്നു. ഭയങ്കര ഹേസിയാണല്ലേലും. തിരുപ്പതി വെസ്റ്റ് സ്റ്റേഷൻ എത്തി. ഹോൾഡ് സ്റ്റേഷനാണ്.
ശേഷാദ്രി എക്സ്പ്രസ് നമുക്ക് വേണ്ടി കാത്തിടക്കാനായിട്ടൊരു ഇത് കിട്ടി, നോക്കിയേക്കാന്ന് വെച്ചു. ഏത് സൈഡിലാണെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇപ്പോഴത്താണ് ഭയങ്കര വെയിലും, നല്ല ഭംഗിയുണ്ട് കുന്ന് കാണാൻ അല്ലേ. പ്രദേശം മൊത്തം മലകളാണ്. നമ്മളിത് ഇതിനു മുമ്പ് നല്ല 1-2 വീഡിയോസായിട്ട് നല്ലോണം കവർ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാത്തത്. മുന്തിരിപ്പട്ടു ഒരു റെഗുലർ വണ്ടി സ്പെഷ്യൽ വണ്ടിക്ക് വേണ്ടി കാത്തിറക്കാൻ ഇവിടെ. ഇന്ത്യൻ റെയിൽവേയിൽ സാധാരണ സംഭവിക്കാറുള്ള കാര്യമല്ല. ഒന്നും മലകളാണ്, നല്ല ഭംഗിയില്ലേ ഇവിടെ. ഈ പ്രദേശം നല്ല ഭംഗിയുള്ള പ്രദേശമാണ്. 2 സൈഡിലും മലകളാണ് ഇവിടെ. ചിറ്റൂരിന് മുമ്പിലത്തെ പുട്ടലപ്പട്ടു എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ് ക്രോസിങ്ങിന് വേണ്ടി. മിക്കവാറും മറ്റേ വെങ്കടാദ്രി എക്സ്പ്രസ് ആയിരിക്കും, ചിറ്റൂർ ഹൈദരാബാദ് ആയിരിക്കണം. നമ്മൾ അത്യാവശ്യം നല്ലൊരു റണ്ണായിരുന്നു ഇവിടം വരെ. പക്കാലേക്ക് നോൺ സ്റ്റോപ്പ് റൺ ത്രൂ ആയിരുന്നു. അതുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്രദേശമാണ്. കണ്ടോ അവിടെ മലകളും അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ലേക്കും ഒക്കെ ആയിട്ട്. ലേക്കോ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ. ചിറ്റൂർ കാച്ചിഗുഡ വെങ്കടാദ്രി എക്സ്പ്രസ് ആണ്. അപ്പോൾ അതായിരുന്നു പുട്ടലപ്പട്ടു എന്ന് പറഞ്ഞ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. നമ്മൾ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് മുന്നോട്ട് വന്നു. ഇതെനിക്കൊന്ന് മറ്റേ ട്രാക്ക് മെഷീൻ സൈഡിങ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തൊരു സൈഡിങ് ആണത്. ഇതൊക്കെ നല്ലോണം മാങ്ങ കൃഷിയുള്ള ഏരിയ കേട്ടോ. ഇവിടുത്തെ തോത്താപ്പുരി മാങ്ങ വളരെ ഫേമസ് ആണ്. തോത്താപ്പുരി മാങ്ങ എന്ന് പറഞ്ഞാൽ നീണ്ടിരിക്കുന്ന മാങ്ങയാണ്. തമിഴ്നാട്ടിൽ തന്നെ സേലം മാങ്ങ എന്ന് വിളിക്കാറ്. കാരണം സേലം പ്രദേശത്ത് ഇത് ഒരുപാട് കൃഷിയുണ്ട്. കേരളത്തിലും ഈ മാങ്ങ കാണാനാണ്. കേരളത്തിൽ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് എന്താ പറയുക, ചെറിയൊരു മധുരം, പച്ചക്കാണെങ്കിലും ചെറിയൊരു മധുരം ഉണ്ടാവും. അത് പഴുത്തിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പച്ച കഴിക്കാൻ ബെസ്റ്റാണ്. ഇങ്ങനത്തെ ഒരു മാങ്ങ ഇവിടെ ഈ പ്രദേശത്ത് വളരെ ഫേമസ് ആണ്. ഇക്കൊല്ലം പ്രൊഡക്ഷൻ കൂടിയിട്ട് വില ഇടിഞ്ഞു എന്ന് പറഞ്ഞ പത്രങ്ങളിലൊക്കെ വാർത്തയുണ്ടാകും. ഇത് ഈ മരുഭൂമിയുടെ നടുക്ക് മരുപ്പച്ച എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഇത്. ഈ വെള്ളം കാണുന്നതൊക്കെ നല്ല ചൂടുള്ള പ്രദേശത്തൂടെ നമ്മൾ ഓടി വരുന്നത്. അതിനിടയ്ക്ക് സഡനായിട്ട് കുറച്ച് വെള്ളം കണ്ടപ്പോൾ എടുത്തു എന്നുള്ളൂ. ഏതാ ഹൈവേ എന്നല്ല, ഏതൊരു ഹൈവേ ആണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. നമ്മൾ ചിറ്റൂർ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. റൂട്ടിലെ വളവുകൾ അപാര വളവുകളാണ്. ചിറ്റൂർ ഹോം സിഗ്നൽ ആംബർ ആയിരുന്നു. നമ്മൾ പ്ലാറ്റ്ഫോം 2 കയറ്റുന്നത്.
നമ്മളങ്ങനെ ചിറ്റൂർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ചിറ്റൂർ സ്റ്റേഷൻ നമ്മൾ എപ്പോഴും ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ വെങ്കടാദ്രിയുടെ റേക്ക് ഉണ്ടാവാറുണ്ട്. ഇന്ന് ആ റേക്ക് ഇല്ലാണ്ട് കാണാൻ കിട്ടിയതുകൊണ്ട് നമുക്ക് ഈ യാർഡ് മൊത്തം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിലോട്ട് ഒരു ഫ്രൈറ്റ് അൺലോഡിങ് യാർഡൊക്കെ ഉണ്ട്. കാട്ട്പാടി തിരുപ്പതി മെമു വരുന്നുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ 1. അപ്പോൾ അവൻ വരുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ചിറ്റൂർ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1. ഇവിടെ പുതിയ ബിൽഡിംഗ് വരുന്നുണ്ട്. പഴയ ബിൽഡിംഗ് ഇതാണ്. പഴയ ബിൽഡിംഗ്. അപ്പുറത്ത് പുതിയ ബിൽഡിംഗ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. പഴയ ബിൽഡിംഗ് കുറേ ഡെമോളിഷ് ഉണ്ട്. മീൻവൈൽ കാട്ട്പാടി തിരുപ്പതി പാസഞ്ചർ മെമു കയറി വരുന്നുണ്ട്. ഇപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ സ്വന്തം റേക്കാണ്. built by RCF. ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടറായി. മെയിൻലാൻഡ് ഡിപ്പാർച്ചറായിട്ട് എന്താണോ ആംബർ. ഇവിടെ ആന്ധ്രയിൽ ഞാൻ പല സ്റ്റേഷനുകളിലും കാക്കി ഉടുപ്പിട്ട ഹോം ഗാർഡ്സാണെന്ന് തോന്നുന്നു. സൈനിക് എന്ന് പറഞ്ഞൊരു ബാഡ്ജാണ് അവരിതിലുള്ളത്. RPF സ്റ്റേറ്റ് പോലീസ് ഒന്നുമല്ല, ഹോം ഗാർഡ്സാണെന്ന് തോന്നുന്നു അവർ. അവിടെ ഒരു ക്യാമ്പിംഗ് കോച്ച് കാണാം, ട്രാക്ക് മെഷീൻ സ്റ്റാഫിൻ്റെ. അതിനകത്ത് തന്നെ അവർ താമസമൊക്കെ. താഴെ AC ഉണച്ചിരിക്കുന്നുണ്ടല്ലോ 3 എണ്ണം. പിന്നെ ഗ്രൗണ്ട് പവർ സപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചിറ്റൂർ നമ്മൾ വിട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് കാട്ട്പാടിയിലാണ്. കാട്ട്പാടിയിലൂടെ എനിക്കൊന്ന് കുറച്ച് ദൂരമുണ്ട്. 30-40 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. കാട്ട്പാടി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ സദേൺ റെയിൽവേയിലേക്ക് കയറും. പിന്നെ SR തന്നെയാണ് നമ്മുടെ കളി മൊത്തം. നമ്മുടെ SR ചെന്നൈ ഡിവിഷനിലേക്കാണ് കയറുന്നത്. ചെന്നൈ ഡിവിഷനിൽ സേലം ഡിവിഷനിൽ കയറും, പാലക്കാട് ഡിവിഷനിൽ കയറും, അവിടുന്ന് ട്രിവാൻഡ്രം ഡിവിഷനിൽ കയറും. അപ്പോൾ നമുക്കിനി കാട്ട്പാടി എത്തിയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ അവസാനിക്കാറായി. സൺസെറ്റായി. എൻ്റെ അറിവിൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഓൾറെഡി കയറി കഴിഞ്ഞു. നമ്മൾ ബൊമ്മസമുദ്രം സ്റ്റേഷൻ ഇപ്പോൾ പാസ് ചെയ്തായിരുന്നു. ഐ തിങ്ക് നമ്മൾ തമിഴ്നാട്ടിൽ കയറിയെന്നാണ്. ഇപ്പോൾ കാട്ട്പാടിയിലോട്ട് വലിയ ദൂരമില്ല. കാട്ട്പാടിയിലേക്ക് നമ്മൾ ഇനി ഒരു 2-3 മിനിറ്റ്, ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തും. സമയം 6:33. ഒരു 6:40 നമ്മൾ കാട്ട്പാടി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 2 മണിക്കൂർ ലേറ്റ് ആയിരിക്കും. 2 മണിക്കൂർ 10 മിനിറ്റ് ലേറ്റ് ആയിരിക്കും. 4:45 പാസ് ചെയ്യേണ്ട വണ്ടിയായിരുന്നു. തമിഴ്നാട് വന്നിരിക്കുമ്പോൾ அப்படியே தமிழ் படிக்கும்போது கிடைக்கிற அந்த ஒரு சந்தோஷம் இருக்குல்ல பாருங்க. ഞാൻ തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട് ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ് ഞാൻ എൻ്റെ സെക്കൻഡ് ഹോം ലാൻഡായിട്ട് കൺസിഡർ ചെയ്യുന്നൊരു സംസ്ഥാനമാണ്. കുരിശ് കാട്ട്പാടി ഹോം റെഡാണ്. വെൽക്കം ടു സദേൺ റെയിൽവേ മദ്രാസ് ഡിവിഷൻ. സദേൺ റെയിൽവേയുടെ സ്പെല്ലിംഗ് തെറ്റാണ്.
അങ്ങനെ ദൂരെ മെയിൻ ലൈൻ വഴി ഒരു വണ്ടി പോകുന്ന കാണാം. മോസ്റ്റ്ലി ടാറ്റാനഗർ ആയിരിക്കണം, എറണാകുളം ടാറ്റാനഗർ ആയിരിക്കണം അത്. നമ്മൾ വരുമ്പോൾ കുറേ കൂടെയൊക്കെ വെളിച്ചമുണ്ടായിരുന്നു. നമ്മളൊരു 6:30 കഴിഞ്ഞപ്പോൾ വന്നതാണ്. ഇപ്പോൾ സമയം 7 നമ്മളിപ്പോഴും ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. അരമണിക്കൂറിന് മേലായിട്ട് നമ്മൾ ഇതേ സ്പോട്ടിൽ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് അവിടുത്തെ അപ്പോൾ മെയിൻ ലൈനിൽ ഇപ്പോൾ 2ാമത്തെ ട്രെയിൻ പോന്നു, 2 ഫ്ലൈറ്റും പോയി. ഇത്രയും നേരം നമ്മളിവിടെ ഇവരൊക്കെ വരുന്നതും പോകുന്നു നമ്മൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഒന്നില്ല പ്ലാറ്റ്ഫോമിലോട്ട് കയറ്റി നിർത്തിക്കൂടെ, അവിടെ ഇട്ടോ കുഴപ്പമില്ല. ഈ പുറത്ത് നിർത്തുന്നത് എന്തിനാണ്? പ്ലാറ്റ്ഫോമിൽ കയറ്റി നിർത്തിക്കൂടെ? 7:03 ഇപ്പോഴാണെന്ന് നമുക്ക് ഹോംവർക്ക് കിട്ടിയത്. എത്ര നേരം ഇവിടെ കിടന്നെന്നറിയോ വണ്ടി. ഈ വെൽക്കം ടു സൗത്തേൺ റെയിൽവേ ബോർഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ വെൽക്കം ടു സൗത്ത് സെൻട്രൽ റെയിൽവേ ഉണ്ട്, സൗത്ത് കോസ്റ്റ് റെയിൽവേ ഉണ്ട് താഴെ. അപ്പോൾ നമ്മളങ്ങനെ കാട്ട്പാടി ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 4 പ്രവേശിക്കുകയാണ്. ഇവിടെ വൈകുന്നേരം 4:30 വരേണ്ടിയിരുന്ന വണ്ടിയാണ്. ഇപ്പോൾ സമയം 7:07. നമ്മൾ 2.5 മണിക്കൂറിന് മേലെ ഇരിക്കുകയാണ്. प्लेटफॉर्म क्रमांक 4 पर आ रही है. May I have your attention please? Train number 07193 from Hyderabad to Kollam via ഇവിടെ ഡിന്നർ അവൈലബിൾ ആട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഡിന്നർ കിട്ടും, ജോലാർപേട്ടയിൽ നിന്ന് ഡിന്നർ കിട്ടും. നമ്മളങ്ങനെ കാട്ട്പാടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇഡ്ഡലി വട ഉണ്ട്, ഇഡ്ഡലി വട. സമയം 7:09. അന്നേരം നമ്മൾ 2 മണിക്കൂർ 39 മിനിറ്റും ലേറ്റാണ്. നമ്മളങ്ങനെ എത്തി. അപ്പോൾ ഞാൻ ഇഡ്ഡലി വട മേടിച്ചു വിടുന്നു. ഇന്നത്തെ ഡിന്നർ ഇഡ്ഡലി വടയാക്കാമെന്ന് വെച്ചു. ഇഡ്ഡലി വട മേടിച്ച് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. സാധാരണ കാട്ട്പാടിയിലെ ഫുഡ് അത്ര വലിയ ഗുണമൊന്നും ഉണ്ടാവാറില്ല, നമുക്ക് നോക്കിയേക്കാം. 7:37 നമ്മളങ്ങനെ കാട്ട്പാടിയിൽ നിന്ന് പുറപ്പെട്ടു. 7:37 എന്ന് പറയാം 3 മണിക്കൂറും 2 മിനിറ്റും ലേറ്റ്. ആ ഒരു കണക്ക് വെച്ച് നാളെ രാവിലെ ഒരു 3 മണി ഒക്കെ ആവും ഇത് ഇവിടെ എത്താൻ, തൃശ്ശൂർ എത്താൻ. G9 അതിന് ഫ്രൈറ്ററിനെ കൊണ്ടുപോയിരിക്കും. ഫ്രൈറ്റർ അങ്ങനെ കാട്ട്പാടി ജംഗ്ഷൻ കഴിഞ്ഞു. ഞാൻ നമ്മുടെ ജോലാർപേട്ട ജംഗ്ഷനും കൂടി കാണിക്കുമായിരിക്കും മോസ്റ്റ്ലി, അത്ര ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ കിടന്ന് ഉറങ്ങണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സമയം 8:45. നമ്മൾ ജോലാർപേട്ടയിലെത്തി നിൽക്കുകയാണ്. 1 നമ്പർ പ്ലാറ്റ്ഫോം पर खड़ी है. ഇവിടെ 8:45. ഇവിടെ വലിയ കച്ചവടമില്ല ദോശക്കറി. ഇല്ലെങ്കിൽ ദോശക്കറികൾ നല്ല കച്ചവടം ഉണ്ടാവുന്നതാണ് ഇവിടെ. വണ്ടി കാട്ട്പാടി കിടന്ന് ലേറ്റ് ആയതുകൊണ്ട് പണി പളിയതാണ് അവർക്കും, അല്ലെങ്കിൽ നല്ല കച്ചവടം കിട്ടുന്നുണ്ടായിരുന്നു. ഞാനും ഇവിടെ കൊണ്ട് ദോശ കഴിച്ചാൽ മതി എന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാട്ട്പാടിയിൽ നിന്ന് കഴിച്ചെന്തായാലും നന്നായി. ഇപ്പോൾ പതുക്കെ കിടന്ന് ഉറങ്ങാമല്ലോ. ഇതായിരിക്കും ഞാൻ ഇന്ന് കാണിക്കുന്ന ലാസ്റ്റ് സ്റ്റേഷൻ. ഇത് കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങാനാണ് എൻ്റെ പരിപാടി. കിടന്ന് ഉറങ്ങിയിട്ട് നമുക്ക് നാളെ രാവിലെ തൃശ്ശൂർ എത്തിയിട്ട് കാണാം. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ തൃശ്ശൂർ എത്തുന്ന തോന്നുന്നത്. 3 മണിക്കൊക്കെ എത്തിയാൽ കൊള്ളാമെന്ന്. കാര്യം 4:10 എൻ്റെ ബസ്. హైదరాబాద్ కాదు. അങ്ങനെ ജോലാർപേട്ടയിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇനി മിക്കവാറും ഞാൻ പറഞ്ഞു, ഇനി മിക്കവാറും തൃശ്ശൂർ കാണിക്കാൻ സാധ്യതയുള്ളൂ. ഞാൻ 99.9% ഇപ്പോൾ പോയി കിടന്ന് ഉറങ്ങും.
ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ ഈ യാത്ര പാലക്കാട് വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ. ഞാൻ എറണാകുളത്തേക്ക് പോകുന്നില്ല, തൃശ്ശൂർക്ക് പോകുന്നില്ല, പാലക്കാട് അങ്ങ് ഇറങ്ങാൻ തീരുമാനിച്ചു. കാരണം ഇപ്പോൾ തന്നെ മണി 3 ഞാൻ ഇനിയും തൃശ്ശൂർക്ക് പോകാൻ നിന്ന് കഴിഞ്ഞാൽ വണ്ടി അവിടെ എത്തുമ്പോൾ 4-4:30 ആവും. എനിക്ക് പിന്നെ അവിടുന്ന് പെരിന്തൽമണ്ണയ്ക്ക് വണ്ടി കിട്ടാൻ പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇറങ്ങി ഇവിടെ നിന്ന് തന്നെ അങ്ങ് പോയേക്കാമെന്ന് വെച്ചു. അപ്പോൾ പാലക്കാട് ഇറങ്ങി കഴിഞ്ഞാലേ ഇപ്പോൾ ഉടനെ ഒരു ബസ്സുണ്ടെന്നാണ് ചാല പറയുന്നത്. അപ്പോൾ ആണെങ്കിൽ അത് പിടിച്ച് പെരിന്തൽമണ്ണ ഇറങ്ങാം. നമ്മുടെ രാജ്യറാണി പോയി 4 മണിയുടെ മറ്റേ ബുക്ക് ചെയ്ത് വെച്ചാൽ സൂപ്പർ ഫാസ്റ്റും കിട്ടില്ല. ഈ ട്രെയിൻ അപ്പോഴേക്കൊന്നും അവിടെ എത്തില്ല. പിന്നെ ഇപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചു. പിന്നെ ലേറ്റ് കഴിഞ്ഞ് ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അതും പണിയാം. അപ്പോൾ ഈ യാത്രയിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഈ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നിരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുന്നിരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസ് ഒക്കെ രേഖപ്പെടുത്താം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. So see you again in another brand new video. Until then, this is Binay Shankar signing off from Platform 7. Bye bye.